ദൈവത്തിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വിശുദ്ധമായ പെന്തിക്കോസ്തി പെരുന്നാളിന് ശേഷം വരുന്ന ആദ്യ വെള്ളിയാഴ്ചയാണല്ലോ പരിശുദ്ധ സഭ സ്വർണ്ണ വെള്ളിയാഴ്ചയായി നമുക്ക് ക്രമീകരിച്ച് തന്നിരിക്കുന്നത്. ഈ ദിവസത്തെ പ്രാധാന്യം എന്ന് പറയുന്നത് പരിശുദ്ധനായ പത്രോസ് ശ്ലീഹായും പരിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായും 9 മണി നേരത്തെ പ്രാർത്ഥന നടത്തുവാനായി വിശുദ്ധ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ സുന്ദരം എന്ന കവാടത്തിന് കീഴിൽ ഇരുന്ന ഒരു ഭിക്ഷ അയച്ചുകൊണ്ടിരുന്ന വ്യക്തി അവരോട് അവന് വേണ്ടുന്ന പണം ആവശ്യപ്പെടുകയും അവർ അവനോട് പൊന്നും വെള്ളിയും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു, നസറായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിൻ്റെ ബലഹീനതയിൽ നിന്ന് നീ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുമ്പോൾ അവിടെ പരിശുദ്ധനായ പത്രോസ് ശ്ലീഹ പരിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായോട് ഒപ്പം ചേർന്ന് അവന് അവിടെ സൗഖ്യം നൽകുകയാണ്. ഈ ദിവസങ്ങളും പെരുന്നാളുകളും ഒക്കെ തന്നെ പരിശുദ്ധ സഭ നമുക്ക് ക്രമീകരിച്ച് തന്നിരിക്കുന്നത് അവയിലെ ആഘോഷങ്ങൾക്കും ആചരണങ്ങൾക്കും വേണ്ടി മാത്രമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിലും ചില മാറ്റങ്ങൾ, ചില തിരുത്തപ്പെടലുകൾ ഒക്കെ വരുവാൻ വേണ്ടിയാണ് ഈ ദിവസങ്ങളൊക്കെ തന്നെ പരിശുദ്ധ സഭ നമുക്ക് ക്രമീകരിച്ച് തന്നിരിക്കുന്നത്. സ്വർണ്ണനാവുകാരനായ വിശുദ്ധ ഇവാനിയോസ് പിതാവ് ഉൾപ്പെടെയുള്ള പിതാക്കന്മാർ ഈ വേദഭാഗത്തെ വ്യാഖ്യാനിക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷവും കർത്താവ് ഈ ഭൂമിയിൽ നിന്ന് പിതാവാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നുപോയതിന് ശേഷവും അദ്ദേഹത്തിൻ്റെ രക്ഷണ്യ പ്രവർത്തനം ശ്ലീഹന്മാരിലൂടെയും ശ്ലീഹന്മാർക്ക് ശേഷം പൗരോഹിത്യത്തിലൂടെയും നടക്കുന്നു എന്നുള്ള വലിയ സന്ദേശമാണ് ഈ വിശുദ്ധ വേദഭാഗത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് പിതാക്കന്മാരൊക്കെ നൽകുന്നത്. അതേ പൗരോഹിത്യം തന്നെയാണ് പരിശുദ്ധ സഭയിൽ ഇന്നും നിലനിൽക്കുന്നത്. ആ പരിശുദ്ധാത്മാവിന് അനുയോജ്യമായ രീതിയിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും അതിന് വേണ്ടുന്ന രീതിയിൽ നമ്മൾ സ്വർണം എപ്രകാരം ഒരു സ്വർണ്ണപ്പണിക്കാരൻ ഒരുക്കിയെടുത്ത് അതിനെ ശുദ്ധീകരിക്കുന്നുവോ അപ്രകാരം നമ്മുടെ ജീവിതത്തെയും ശുദ്ധീകരിക്കുവാനും ശുദ്ധമുള്ള പരിശുദ്ധ ആത്മാവിൻ്റെ വാസസ്ഥലമായി മാറുവാനും നമ്മുടെ ജീവിതത്തിനും സാധ്യമാകണമെന്ന് വിശുദ്ധ ദിവസം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം നമ്മെ ഇവരെയും അനുഗ്രഹിക്കട്ടെ.